പോലീസ് ആസ്ഥാനത്തെ AIG VG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം അപകടത്തിൽപ്പെട്ടതിൽ FIR-ൽ മാറ്റം വരുത്താൻ പോലീസ്. സ്വകാര്യ വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവറെ തന്നെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകും. നേരത്തെ അപകടത്തിൽ പരിക്കേറ്റ കാൽനട യാത്രക്കാരനെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ ചെയ്യുന്നു. ജയശങ്കർ, പരിക്കേറ്റയാളെ പ്രതി ചേർത്ത അപൂർവ വിചിത്ര സംഭവങ്ങളൊന്നായിരുന്നു ഈ പറഞ്ഞ AIG-യുടെ വാഹനമിടിച്ച സംഭവം. തുടക്കത്തിൽ ഡ്രൈവറുടെ മൊഴി മാത്രം കേട്ടെടുത്ത കേസിൽ മാറ്റം വരുത്തുന്നു. സ്വാഭാവികമായും പൊതുസമ്മർദ്ദമായിരിക്കില്ലേ? എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ഈ വിചിത്ര നടപടിയിൽ എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത്? അതായത് സുഹേൽ, തിരുവല്ല പോലീസിന്റെ FIR അത് വലിയ വിവാദമായി ചർച്ചയായി. പിന്നാലെയാണ് ഈ വിചിത്ര FIR മാറ്റം വരുത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിൽ AIG-യുടെ സ്വകാര്യ വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവറെ പ്രതി ചേർത്തുകൊണ്ടായിരിക്കും ഈ റിപ്പോർട്ട് നൽകുക. ഈ ആദ്യം പോലീസ് ഇട്ട റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ കാൽനട യാത്രക്കാരൻ അദ്ദേഹമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം. അദ്ദേഹം ഈ അപകടമുണ്ടാക്കി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് തിരുവല്ല പോലീസ് എഴുതി തയ്യാറാക്കിയത്. അങ്ങനെയാണ് FIR ഉണ്ടാക്കിയത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ എന്തായാലും പോലീസ് തിരുത്താൻ തയ്യാറായിരിക്കുന്നത്. അതും ഈ മാധ്യമ വാർത്തകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടിയിലേക്ക് പോലീസ് നിലവിൽ കടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിയിൽ തിരുവല്ല പോലീസ് നൽകും. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം അത് പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനകം തന്നെ ഈ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മേൽ നടപടികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഈ AIG വിനോദ് കുമാർ ജില്ലയിലെത്തി അധികാര ദുർവിനിയോഗം ചെയ്തു, സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേസ് തന്നെ വഴി തെളിച്ചു വിട്ടു എന്നാണ് SP-ക്കും മറ്റും പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ പോലീസ് ഡ്രൈവർ AIG-യുടെ സ്വകാര്യ വാഹനം ഓടിച്ച സംഭവം അത് ഗുരുതര ചട്ടലംഘനം എന്ന കണ്ടെത്തലുമുണ്ട്. എന്തായാലും ഇതൊരു റിപ്പോർട്ട് രൂപത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. സുഹേൽ, ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. 30-ാം തീയതിയാണ് ഈ അപകടത്തിന് പിന്നാലെ തിരുവല്ല പോലീസ് ഈ വിവാദ FIR ഇടുന്നത്. ആ FIR-ലാണ് ഇപ്പോൾ പോലീസ് തിരുത്തൽ നടപടികൾക്ക് ഒരുങ്ങുന്നത്. ഈ വിനോദ് കുമാറിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നിരന്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥനാണ്. മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റി പോലീസ് ആസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള AIG-യായി നിയമിക്കുന്നത്. ഈ പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറി, ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ വനിതാ ഉദ്യോഗസ്ഥർ പത്തനംതിട്ടയിലെ വനിതാ SI-മാർ നൽകിയ പരാതി ഉൾപ്പെടെ അതിലെല്ലാം തന്നെ അന്വേഷണം നേരിടുന്ന പരാമർശങ്ങളുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വിനോദ് കുമാർ. അദ്ദേഹമാണ് ഇങ്ങനെ ജില്ലയിൽ നിന്ന് SP സ്ഥാനത്ത് നിന്ന് പോയി തലസ്ഥാനത്ത് ഉന്നത പദവിയിൽ ഇരിക്കുന്നതിനിടെ വീണ്ടും ജില്ലയിലെത്തി അധികാരികളെ സ്വാധീനിച്ച് ഇത്തരത്തിൽ FIR തന്നെ മാറ്റി എഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അപകടത്തിൽ പരിക്കേറ്റ നേപ്പാൾ സ്വദേശി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയുണ്ട്. സുഹേൽ, ഒറ്റ കാര്യം, ഇതൊരു ഇപ്പോൾ ആ സ്റ്റേഷനിൽ ഒരു SI ആണ് FIR ഇട്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വന്തമായി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വലിയ ചോദ്യമുണ്ട്. കാരണം അദ്ദേഹത്തിന് മുകളിൽ ഉദ്യോഗസ്ഥരുണ്ട്. ഈ വിനോദ് കുമാർ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഇങ്ങനെ ഒരു വിചിത്ര FIR-ലേക്ക് തിരുവല്ല പോലീസ് കടന്നെന്ന കാര്യത്തിൽ സംശയമില്ല. അക്കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം വേണം. ഈ ഉന്നത ഇടപെടൽ ആരിടപെട്ടു, വിനോദ് കുമാർ തന്നെ നേരിട്ട് ആരോട് ആവശ്യപ്പെട്ടു ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും വിശദമായ ക്രൈംബ്രാഞ്ച് അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. സുഹേൽ, എന്തായാലും SI-യുടെ ഭാവനയിൽ വിരിഞ്ഞപ്പോൾ ആയിരിക്കില്ല അത് തൊഴിലാളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മുൻ SP കൂടിയാണ്, പത്തനംതിട്ടയിലെ മുൻ SP കൂടിയാണ് വിനോദ് കുമാർ. എന്തായാലും ചട്ടലംഘനയുടെ ഘോഷയാത്ര ഉണ്ടായിട്ടുണ്ട്. അത് മറച്ചുവെക്കാൻ തന്നെയായിരിക്കണം വാഹനം ഇടിച്ചിട്ടയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പണ്ട് പോലീസ് വാഹനത്തെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു. ഇനി ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വാഹനത്തെയും പേടിക്കണം. ഇടിച്ചാൽ കേസാകും.